പത്രം പ്രഭാതത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 26 ഞായറാഴ്ച. ഈ ഇന്നത്തെ ദിവസത്തിൽ പത്രങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് എല്ലാ പത്രങ്ങളിലും ലീഡ് വാർത്തകളായി നൽകുന്നത് എന്നുള്ള ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ തന്നെ നമുക്ക് നോക്കാം. ആദ്യം മലയാള മനോരമയിലേക്ക് വരികയാണ്. രാഹുൽ മനോരമയുടെ തലക്കെട്ട് തന്നെ ഏറ്റവും ശ്രദ്ധയാർന്ന ഒരു തലക്കെട്ടാണ്. ജയിലിൽ അടച്ചാലും പിന്നോട്ടില്ല, മോദിയെയും അദാനിയെയും കടന്നാക്രമിച്ച് രാഹുൽ. എന്റെ പേര് സവർക്കർ എന്നല്ല, ഗാന്ധി എന്നാണ്. ഗാന്ധി ഒരിക്കലും മാപ്പ് പറയില്ല. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ചിത്രവും നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് ലീഡ് വാർത്തയായി മലയാള മനോരമ ജയിലിൽ അടച്ചാലും പിന്നോട്ടില്ല എന്ന തലക്കെട്ടോടുകൂടെ മനോരമ ഈ രാഹുൽ ഗാന്ധി വാർത്തയെ നൽകുമ്പോൾ 20,000 കോടി ആരുടേത്? ഈ സർക്കാരിന് രാജ്യമെന്നാൽ അദാനി, അദാനി എന്നാൽ രാജ്യം. അദാനിയുടെ പേരിലുള്ള വ്യാജ കമ്പനിയിലേക്ക് 20,000 കോടി രൂപ നിക്ഷേപിച്ചത് ആരാണെന്ന് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. അടിസ്ഥാന സൗകര്യം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അദാനിക്ക് പണം ഇത്രയും തുക കണ്ടെത്താനാകില്ല. പ്രതിരോധ മേഖലയിൽ കമ്പനികളാണിവ. അതിലൊരു ചൈനീസ് പൗരനും പങ്കുണ്ട്. അദ്ദേഹം ആരാണെന്ന് ചോദിക്കാത്തത് എന്താണ്? പ്രതിരോധ മന്ത്രാലയം ഇതേക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? ഇത്തരത്തിൽ ചോദ്യങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുകയാണ് മലയാള മനോരമ പത്രം. അതിന്റെ ലീഡ് വാർത്തയായി ഈ രാഹുൽ വിഷയത്തെ നോക്കിക്കാണുന്നു. ഒപ്പം നേരെ മാതൃഭൂമിയിലേക്ക് വരികയാണ്. മാതൃഭൂമി പോരാട്ടം ജനാധിപത്യത്തിനു വേണ്ടി. മാതൃഭൂമി രാഹുൽ ഇങ്ങനെയാണ് പറയുന്നത്: പോരാട്ടം ജനാധിപത്യത്തിനു വേണ്ടി, ജയിലിൽ അടച്ചാലും പിന്നോട്ടില്ല രാഹുൽ ഗാന്ധി. മനോജ് മേനോനാണ് ഈ വാർത്ത ബൈലൈൻ വാർത്തയോടുകൂടെ അവരുടെ ലീഡ് വാർത്ത ഈ മാതൃഭൂമി നൽകുന്നത്. ജീവിതകാലം മുഴുവനും അയോഗ്യനാക്കിയാലും ജയിലിലടച്ചാലും രാജ്യത്തെ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഞാൻ അവസാനിപ്പിക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദി അദാനി ബന്ധത്തെക്കുറിച്ച് സഭയിൽ നടത്താനിരുന്ന അടുത്ത പ്രസംഗത്തെ ഭയന്നാണ് തന്നെ അയോഗ്യനാക്കിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. അയോഗ്യത, ജയിൽ, ആരോപണങ്ങൾ തുടങ്ങിയ ഭീഷണിയിൽ ഭയപ്പെടുന്നില്ലെന്നും തന്നെ BJPക്ക് ഇനി മനസ്സിലായിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഏറ്റവും എടുത്തു പറയേണ്ടത് ഗാന്ധി മാപ്പ് പറയില്ല. ലണ്ടനിലെ പരാമർശങ്ങൾക്ക് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് BJPയുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് തൻ്റെ പേര് സവർക്കർ എന്നല്ലെന്നും ഗാന്ധി എന്നാണെന്നും രാഹുലിന്റെ മറുപടി. ഗാന്ധി ആരോട് മാപ്പ് പറയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അന്തമാൻ ജയിലിൽ നിന്ന് മോചിതനായ ബ്രിട്ടീഷ് സർക്കാരിന് VD സവർക്കർ മാപ്പപേക്ഷ നൽകിയെന്ന ആരോപണം നേരത്തെ രാഹുൽ ഉന്നയിച്ചതിന് BJPക്ക് കടുത്ത വിമർശനമുണ്ടായിരുന്നു എന്ന് ഒരു സബ് കോളം വാർത്തയായി മനോജ് മേനോൻ ന്യൂഡൽഹിയിൽ നിന്നും ലീഡ് വാർത്ത മാതൃഭൂമി ഇന്ന് നൽകുമ്പോൾ, ഒപ്പം ഏറ്റവും എടുത്ത് പറയേണ്ടത് വയനാടുമായി കുടുംബ ബന്ധം മനോരമ പറയാതിരുന്നത് മാതൃഭൂമി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. വയനാടുമായി തനിക്കുള്ളത് കുടുംബ ബന്ധമെന്ന് രാഹുൽ ഗാന്ധി. വയനാട്ടിലെ ജനങ്ങൾക്ക് താൻ കാര്യങ്ങൾ പറഞ്ഞ് കത്ത് എഴുതുമെന്നും അദ്ദേഹം ഡൽഹിയിൽ ശനിയാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തൻ്റെ മനസ്സിൽ വയനാടിന് എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് അതിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതാണ് മനോരമയും മാതൃഭൂമിയും ഇന്ന് ലീഡ് വാർത്ത പറയുന്നത്. മാതൃഭൂമി മനോരമയേക്കാൾ ഒരു പടി മുന്നിൽ മാതൃഭൂമിക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ഇനി നേരെ നമ്മൾ മംഗളത്തിലേക്ക് വരികയാണ്. മംഗളം രാഹുൽ ഇന്ന് പറയുന്നത് അയോഗ്യത ആളിക്കത്തും. വളരെ മനോഹരമായ ഒരു കാർട്ടൂണും അദ്ദേഹം നടത്തുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയുടെ മുകളിൽ ഒരു വലിയ പാറ കൊണ്ടുവച്ചിട്ട് തടവ്, അയോഗ്യത, അടുത്ത പാറ അയോഗ്യത, നന്ദി, ആ പാറ പൊട്ടിച്ച് വരുന്ന ഒരു ദൃശ്യം. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കാർട്ടൂൺ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ജുഡീഷ്യറിയുടെയും കാർട്ടൂൺ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മംഗളം ഇത്തരത്തിലൊരു വാർത്ത നൽകിയത്. ഒരു ലീഡ് വാർത്ത മംഗളം നൽകുന്നു. ലോകസഭാംഗത്വം റദ്ദാക്കപ്പെട്ടതുൾപ്പെടെയുള്ള രാഹുൽ ഗാന്ധിക്കെതിരായ നീക്കങ്ങൾ പ്രതിരോധിക്കാൻ രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന് ഒരുങ്ങി കോൺഗ്രസ്. മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടിൽ ഇന്ന് രാവിലെ 10 മുതൽ നേതാക്കൾ സത്യാഗ്രഹം അനുഷ്ഠിക്കും. സമാന ചിന്താഗതിക്കാരായ പ്രതിപക്ഷ കക്ഷികളെയും അണിനിരത്തി നാളെ മുതൽ തുടർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് മംഗളം ലീഡ് വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി കേരള കൗമുദിയിലേക്ക് വരാം. കൗമുദി രാഹുൽ എന്താണ് പറയുന്നത്? അദാനി മോദി ബന്ധത്തെപ്പറ്റി ഇനിയും ചോദിക്കും. മാപ്പ് പറയാൻ ഞാൻ സവർക്കർ അല്ല രാഹുൽ. അത് വലിയ രീതിയിൽ കൗമുദി ഈ രാഹുലിന് പരോക്ഷമായ ഒരു പിന്തുണ നൽകുന്നു. മനോരമയും മാതൃഭൂമിയും
മാതൃഭൂമിക്കൊപ്പം തന്നെ മാതൃഭൂമിക്കൊപ്പം തന്നെ കൗമുദിയും എത്തിയിരിക്കുന്നു. ഡൽഹിയിൽ നിന്നുള്ള ലേഖനം 4 കോളം ബോക്സ് വാർത്തയാണ്. അതിനകത്ത് സബ് കോളം വാർത്തയായി ജയിലിനെ പേടിയില്ലെന്നും പറയുന്നു. ഒപ്പം തന്നെ ഏകനാഥ് ഷിൻഡെ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ രാഹുൽ ശിക്ഷിക്കപ്പെടണമെന്ന് ഷിൻഡെ പറയുന്നത്. മാപ്പ് പറയാൻ തൻ്റെ പേര് സവർക്കറിൽ എന്ന പരാമർശത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണം. രാഹുൽ ഈ രീതി തുടരുകയാണെങ്കിൽ റോഡിലിറങ്ങി നടക്കുക ബുദ്ധിമുട്ടാകുമെന്നുള്ള ഭീഷണി സ്വരത്തോടുകൂടെ ഏകനാഥ് ഷിൻഡെ പറയുന്ന ഒരു സബ് കോളം വാർത്തയും നൽകിക്കൊണ്ട് ഈ രാഹുൽ ഗാന്ധി വിഷയത്തെ കൗമുദി ഒരു ബാലൻസ് ചെയ്യാനെ കൊണ്ട് അവർ ശ്രമിക്കാറുണ്ട്. അതാണ് കൗമുദിയുടെ ലീഡ് വാർത്തയായി നൽകുന്നത്. അടുത്തതായി ജനയുഗത്തിലേക്ക് വരാം. ജനയുഗം രാഹുൽ മാപ്പ് പറയാൻ സവർക്കറല്ല രാഹുൽ. 20,000 കോടി നിക്ഷേപം ആരുടേത്? ജനാധിപത്യം പുലരാൻ ചോദ്യം തുടരും. ലീഡ് വാർത്തയായി ജനയുഗം ഇന്ന് ഈ രാഹുൽ ഗാന്ധി വിഷയത്തെ ലീഡ് വാർത്തയായി ജനയുഗം ഇന്ന് നൽകുകയാണ്. തൻ്റെ അടുത്ത പ്രസംഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭയക്കുന്നതായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. സൂറത്ത് കോടതി 2 വർഷം ശിക്ഷിച്ചതോടെ ലോകസഭാ അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ടതിന് ശേഷം പാർട്ടി ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. മോദി സർക്കാരിനെതിരെ തുറന്ന പോരിന് ഉറപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് അടിവരയിടുന്നതായി രാഹുലിൻ്റെ വാർത്താ സമ്മേളനം. വിദേശത്തെ ജനാധിപത്യം വെല്ലുവിളി നേരിടുന്നുവെന്ന പരാമർശത്തിൽ പേരിൽ മാപ്പ് പറയാത്തത് എന്തെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് താൻ സവർക്കറല്ല ഗാന്ധി എന്നായിരുന്നു രാഹുലിൻ്റെ മറുപടി. കുടുംബം പേരായി നെഹ്റുവിൻ്റെ പേര് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ലെന്ന മോദി പരാമർശത്തിന് ഉൾപ്പെടെയുള്ള മറുപടിയായാണ് രാഹുലിൽ നിന്നും ഉണ്ടായത്. ഒരു ലീഡ് വാർത്തയായി ജനയുഗവും ഈ വാർത്തയെ കാണുമ്പോൾ നേരെ നമുക്ക് കോൺഗ്രസിലെ UDFിൻ്റെ ഉപകക്ഷിയായ ചന്ദ്രിക പറയുന്നത് നോക്കാം. മാപ്പ് പറയാൻ ഞാൻ സവർക്കറല്ല. ചന്ദ്രികയുടെ വലിയ ലീഡ് വാർത്തയാണ്. മാപ്പ് പറയാൻ ഞാൻ സവർക്കറല്ല. ലണ്ടൻ പരാമർശത്തിൽ മാപ്പ് പറയില്ല. മാപ്പ് പറയാൻ എൻ്റെ പേര് സവർക്കറല്ല, രാഹുൽ ഗാന്ധി എന്നാണ്. ഗാന്ധി ഒരിക്കലും മാപ്പ് പറയില്ല. ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് ഞാൻ പിന്മാറില്ല. അയോഗ്യനാക്കിയാലും ജയിലിലടച്ച് എന്നെ പിന്തിരിപ്പിക്കാമെന്ന് കരുതിയെങ്കിൽ അവർക്ക് തെറ്റി. ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ജനാധിപത്യത്തിനായി പോരാട്ടം തുടരുകയും ചെയ്യും. അദാനിയെക്കുറിച്ച് ഞാൻ അടുത്തത് എന്തായിരിക്കും പാർലമെൻറ്റിൽ പറയാൻ പോകുന്നതെന്ന ഭയത്താലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ പ്രസംഗത്തിൽ ആ ഭയം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഞാൻ നേരിൽ കണ്ടതാണ്. അതൊരു ലീഡ് വാർത്ത, അര പേജ് വാർത്ത, ലീഡ് വാർത്ത 7 കോളം ലീഡ് വാർത്തയായാണ് ചന്ദ്രിക UDFിൻ്റെ കക്ഷിയായ അവരുടെ മുസ്ലിം ലീഗിൻ്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന ചന്ദ്രികയുടെ പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായി ചന്ദ്രിക ഇത് നൽകുമ്പോൾ ചന്ദ്രിക അടുത്ത പേജിൽ വലിയ ഒരു വാർത്തയായി വീണ്ടും ഈ പത്രസമ്മേളനത്തിനെ ചന്ദ്രിക വിമർശിക്കാറുണ്ട്. അതായത് ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ആ 20,000 കോടി എന്ത്? ചന്ദ്രിക രാഹുൽ ക്വസ്റ്റ്യൻ എന്ന വലിയ രീതിയിൽ തലക്കെട്ടോടുകൂടെ ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ആ 20,000 കോടി എവിടെ? അതിനകത്ത് സംസ്ഥാനത്ത് ഇന്ന് കോൺഗ്രസിൻ്റെ സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട് ഈ ചന്ദ്രികയുടെ ഈ രണ്ടാമത്തെ വാർത്ത. നേരെ മംഗളത്തിലേക്ക് വരികയാണ്. മംഗളം കോഴിക്കോട് നിന്നും ജിനേഷ് പൂനത്ത് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കും. രാഹുൽ ഗാന്ധിക്ക് MP സ്ഥാനം നഷ്ടമായതോടെ അദ്ദേഹം പ്രതിദാനം ചെയ്ത വയനാട്ടിൽ സഹോദരിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി വധേര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം വയനാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. പ്രിയങ്ക ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിച്ചാൽ കർണാടകയിൽ ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. രാഹുലിൻ്റെ അയോഗ്യത അപ്പീലിലൂടെ നീക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നാണ് ജിനേഷ് പൂനത്ത് കോഴിക്കോട് നിന്നും ഈ വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോണിയെ പ്രതിനിധീകരിക്കുന്ന റായ്ബേറി മണ്ഡലം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് സുരക്ഷിത മണ്ഡലമല്ല എന്നും ജിനേഷ് പൂനത്ത് കോഴിക്കോട് നിന്നും ബൈലൈൻ സ്റ്റോറിയായി ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വാർത്തകളെയൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ലക്ഷദ്വീപ് MP സുപ്രീം കോടതിയിൽ അയോഗ്യത, അതായത് ലക്ഷദ്വീപ് MP സുപ്രീം കോടതിയിൽ പോയി ഒരു വാർത്ത ഇന്ന്
ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നു. ചന്ദ്രിക MP, അതായത് ലോകസഭാ അംഗത്വത്തിൽ നിന്നും അയോഗ്യനാക്കിയ ഉത്തരവ് പിൻവലിക്കാത്തതിനെതിരെ ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസൽ സുപ്രീം കോടതിയെ സമീപിച്ചു. ലോകസഭാ സെക്രട്ടേറിയറ്റ് നിയമവിരുദ്ധമായ നിഷ്ക്രിയ സമീപനം സ്വീകരിക്കുന്നുവെന്നാരോപിച്ചാണ് ഹർജി. വധശ്രമക്കേസിൽ 10 വർഷം ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്നാണ് ലക്ഷദ്വീപ് MP ആയിരുന്ന മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കിയത്. ജനുവരി 13 ഇത് സംബന്ധിച്ച ഉത്തരവ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയത്. എന്നാൽ ഫൈസൽ കുറ്റക്കാരനാണെന്നാണ് വിധി. ജനുവരി 25 കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ അയോഗ്യത ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ഫൈസൽ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് കത്ത് നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ പോവുകയാണ് എന്നാണ് ചന്ദ്രിക ഈ വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നത്. ദേശാഭിമാനിയുടെ ഒരു ലീഡ് വാർത്തയിലേക്ക് വീണ്ടും മടങ്ങിയെത്തുമ്പോൾ കോൺഗ്രസ് MP-മാർ ഒളിച്ചോടിയ ഡൽഹി പോലീസിന് പേടിയെന്ന് ദേശാഭിമാനി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ദേശാഭിമാനി MP അതൊരു പ്രധാനപ്പെട്ട ഒരു കാർട്ടൂണും കൂടെ ദേശാഭിമാനി നൽകുന്നുണ്ട്. ജനാധിപത്യ പോരാട്ടം തുടരാം രാഹുൽ ഗാന്ധി, ധീരതയോട് നയിച്ചോളൂ എന്ന് കാർട്ടൂൺ നൽകുമ്പോൾ കുറേ പേർ മാളത്തിൽ വിളിക്കുന്നതും കുറേ പേർ ഓടുന്നതും കാണിച്ചുകൊണ്ടാണ് ദേശാഭിമാനി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. രാഷ്ട്രപതി ഭവൻ മാർച്ചിനിടെ അറസ്റ്റ് ഭയന്ന് പേടിച്ചോടി കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP-മാർ. ചാനൽ ക്യാമറകൾക്കായി പ്രകടനത്തിന്റെ മുൻപന്തിയിൽ നിന്ന് ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചവരാണ് വിജയ് ചൗക്കിൽ പോലീസ് കുപ്പായം കണ്ടപ്പോൾ ഓടി ഒളിച്ചത്. 4 പേർ പ്രകടനത്തിൽ പോലും എത്തിയില്ല. അതേസമയം CPM പ്രതിനിധികളായ A റഹീം, V ശിവദാസൻ, AM ആരിഫ്, CPI-യിലെ P സന്തോഷ് കുമാർ എന്നിവർ അറസ്റ്റ് വരിച്ചു എന്ന് ദേശാഭിമാനി പറയുന്നു. ഒപ്പം തന്നെ ശശി തരൂർ, അടൂർ പ്രകാശ്, MK രാഘവൻ, D കുര്യാക്കോസ് എന്നിവരാണ് പ്രതിഷേധം പ്രകടനത്തിൽ നിന്ന് മുങ്ങിയതായി പറയുന്നത്. മുസ്ലിം ലീഗ് MP-മാരായ അബ്ദുൽ സമദാനി, UT മുഹമ്മദ് ബഷീർ, അബ്ദുൽ വഹാബ് എന്നിവരും അറസ്റ്റിന് എത്തിയില്ല, പേടിച്ചൂടി എന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. K സുധാകരൻ, VK ശ്രീകണ്ഠൻ, ആന്റണി, രമ്യ ഹരിദാസ്, കുടുക്കുന്നിൽ സുരേഷ്, K മുരളീധരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവർക്ക് പുറമെ രാജ്യസഭാ അംഗം JB മേത്തറും അറസ്റ്റ് വരിച്ചു എന്ന ദേശാഭിമാനി അവരുടെ ഒരു ലീഡ് വാർത്ത കോൺഗ്രസ് MP-മാർ ഒളിച്ചോടി എന്ന തലക്കെട്ടോടുകൂടെ നൽകുകയാണ്. ഒപ്പം തന്നെ ജനാധിപത്യം അപകടത്തിൽ പ്രതിഷേധം കത്തുന്നു എന്ന ദേശാഭിമാനി രാഹുൽ വിഷയത്തെ അവർ നോക്കിക്കാണുന്നു. ദീപികയിലേക്ക് വരികയാണ്. ദീപിക രാഹുൽ ഇങ്ങനെയാണ് പറയുന്നത്: ആഞ്ഞടിച്ച് രാഹുൽ, മാപ്പ് പറയാൻ എൻ്റെ പേര് സവർക്കർ അല്ല, മോദിയും BJP-യും വിരണ്ടുപോയി എന്ന് സെബി മാത്യു ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ദീപികയിലെ സെബി മാത്യു ബൈലിൻ സ്റ്റോറിയോടുകൂടെ 5 വാർത്തയായി ഈ വാർത്ത ദീപിക അങ്ങനെയാണ് ഈ വാർത്തയെ നൽകുന്നത്. വീക്ഷണത്തിലേക്ക് വരാം. കോൺഗ്രസിൻ്റെ മുഖപത്രമായി വീക്ഷണം ഈ വാർത്തയെ വലിയ രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ജയിലിൽ അടച്ചോളൂ, പിന്മാറില്ല. മാപ്പ് പറയാൻ ഞാൻ സവർക്കർ അല്ല, മോദിയുടെ കണ്ണുകളിൽ ഭയം കാണുന്നു. വയനാട്ടുകാർ തൻ്റെ കുടുംബം അവർക്ക് കത്തെഴുതും. ഒപ്പം തന്നെ സബ് ടൈറ്റിലായി അദാനിയുടെ കമ്പനിയിൽ 20,000 കോടി നിക്ഷേപിച്ചതാര്, മോദി അദാനി ബന്ധം ചോദ്യം ചെയ്ത് രാഹുൽ എന്നുള്ള ഒരു സബ് ടൈറ്റിൽ വാർത്ത, ഒരു 3 കോളം പ്രത്യേകം വാർത്തയും അവർ നൽകിയിരിക്കുന്നു. ജയിലിലടച്ചോളൂ, പിന്മാറില്ല. കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണം ഈ വാർത്തയെ വലിയ രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. വളരെ ഗൗരവപൂർവ്വം തന്നെ മറ്റു പത്രങ്ങൾക്കൊപ്പം തന്നെ വീക്ഷണം ഈ വാർത്തയെ കൈകാര്യം ചെയ്യുന്നു. ഇന്ന് ഇന്ത്യയുടെ സുപ്രധാനമായ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കും. കൗമുദി വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. ഉപഗ്രഹങ്ങൾ ഇന്ന് ഇന്ത്യ വിക്ഷേപിക്കും. PSLV വിക്ഷേപണത്തിന് പിന്നാലെ പുതിയ ഉപഗ്രഹങ്ങൾ 72 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ISRO വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യയും വൺവെബും തമ്മിൽ കരാറുണ്ടാക്കിയിരുന്നു. 1000 കോടി രൂപയുടെ പദ്ധതിയാണ് ഇത് എന്ന് പറയുന്നു. ഇന്ത്യക്ക് നേട്ടം. നിലവിൽ ഉപഗ്രഹങ്ങളിൽ നിന്ന്, ടവറുകളിൽ നിന്നും, അവയിൽ നിന്ന് റിലേ കേന്ദ്രങ്ങൾ വഴിയുമാണ് മൊബൈൽ കമ്പ്യൂട്ടറിലും ഇന്റർനെറ്റ് എത്തുന്നത്. ഉപഗ്രഹത്തിൽ നിന്ന് നേരിട്ട് കമ്പ്യൂട്ടറിലേക്ക് ഇന്റർനെറ്റ് കിട്ടുന്നതാണ് വൺ വെബ് ശൃംഖല. അതിനാണ് ഇത്രയും അധികം ഉപഗ്രഹങ്ങൾ. ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും അതിവേഗം ഇന്റർനെറ്റ്, ഡിജിറ്റൽ പരിഷ്കാരങ്ങൾ കുതിപ്പേകുമെന്ന കൗമുദി ഇന്ന് ഈ വാർത്തയെ കൈകാര്യം ചെയ്യുന്നു. മറ്റ് പത്രങ്ങളൊന്നും തന്നെയും പ്രധാന പേജുകളിൽ ചെറിയ വാർത്തകൾ പോലും നൽകാതിരുന്നപ്പോൾ കൗമുദിയുടെ 1-ാം പേജിൽ ഈ വാർത്ത നൽകുന്നു. മറ്റ് ഒരു പ്രധാനപ്പെട്ട വാർത്ത കൗമുദി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. തൊഴിലുറപ്പ് കൂലി 333 രൂപയായി, കൂട്ടിയത് 22 രൂപ എന്ന പ്രധാന തലക്കെട്ടോട്
തലക്കെട്ടോടുകൂടെ ഒന്നാം പേജിൽ കൗമുദി ഒരു ലീഡ് വാർത്ത നൽകുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികളുടെ കൂലി 22 രൂപ വർദ്ധിപ്പിച്ച് 333 രൂപയാക്കി. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. ഏപ്രിൽ 1 മുതൽ പുതിയ കൂലി പ്രാബല്യത്തിൽ വരും. നിലവിൽ 311 രൂപയായിരുന്നു കൂലി എന്നാണ് ദേശാഭിമാനി കൗമുദി, കേരള കൗമുദി ഈ വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപികയുടെ ഒരു സ്പെഷ്യൽ വാർത്തയിലേക്ക് ഇനി വരാം. ചാക്കോച്ചൻ്റെ കൈപിടിക്കാൻ ഇനി ചാച്ചിയമ്മയില്ല എന്ന ദീപികയുടെ ഒരു വാർത്തയാണ്. ഈ വാർത്ത ദീപിക റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദീപിക ഇന്ന് ഞായറാഴ്ചയാണ്. നീലേശ്വരത്ത് നിന്നും ശ്രീജിത്ത് കൃഷ്ണനാണ് ദീപികയുടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപികയുടെ സ്പെഷ്യൽ വാർത്തയാണ്. ചാക്കോച്ചൻ്റെ കൈപിടിക്കാൻ ചാച്ചിയമ്മ ഇല്ല എന്ന തലക്കെട്ടോടുകൂടെ കാസർകോട്ടെ നീലേശ്വരത്തിൽ നിന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ദീപികയുടെ ഒരു വാർത്ത. ആ വാർത്തയിലേക്ക് നമുക്ക് വരാം. ആ വാർത്ത ഇങ്ങനെയാണ്. എല്ലാം ഉണ്ടായിട്ടും വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയ അമ്മ മനസ്സിൻ്റെ സങ്കടങ്ങളിൽ കൃത്രിമത്വമില്ലാതെ അഭ്രപാളികളിൽ അവതരിപ്പിച്ച ഏലിയാമ്മച്ചി ഇനി ഓർമ്മ. ദേശീയ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ ജയരാജിൻ്റെ കരുണം സിനിമയിൽ ചാച്ചിയമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നീലേശ്വരം കൂനം കൈകയിലെ ഏലിയാമ്മ 100-ാം വയസ്സിലാണ് ഇന്നലെ വിടവാങ്ങിയത്. മക്കളും പേരക്കിടാങ്ങളും വിദേശങ്ങളിൽ സ്ഥിരതാമസം ഉറപ്പിച്ചപ്പോൾ വലിയ വീടുകൾക്ക് കാവൽക്കാരിയായി കഴിയേണ്ടി വരുന്ന അപ്പനമ്മമാരുടെ ആത്മസംഘർഷങ്ങൾ 1/4 നൂറ്റാണ്ടോളം മുമ്പ് ചിത്രീകരിച്ച സിനിമയാണ് കരുണം. സിനിമയിൽ കൊച്ചുവേലിപ്പറമ്പിൽ ചാക്കോച്ചനായി വേഷമിട്ട വാവച്ചനും ഭാര്യ ചേച്ചിയമ്മയായി എത്തിയ ഏലിയാമ്മയും മലയാള സിനിമ മനസ്സിന് ഒത്തിരി നൊമ്പരവും ഏറെ ചിന്തകളും സമ്മാനിച്ചിരുന്നു. കൊച്ചുകുട്ടികളുടെ നിഷ്കളങ്കതയും വാർദ്ധക്യത്തിൻ്റെ അനാദിത്വവും നിറഞ്ഞ കഥാപാത്രങ്ങളെ തികച്ചും സ്വാഭാവികമായി അവതരിപ്പിക്കാൻ പ്രൊഫഷണൽ ടച്ച് ഇല്ലാതെ സാധാരണക്കാർ വേണമെന്ന ജയരാജിൻ്റെ ആഗ്രഹമാണ് വാവച്ചനെയും ഏലിയാമ്മയും ജീവിത സാഹചര്യത്തിൽ സിനിമയിലേക്ക് എത്തിച്ചത്. അമേരിക്കയിൽ നിന്നും മകനും ഭാര്യയും പേരമക്കളും വരുന്നതിനാൽ ചക്കമുറിച്ച് പറിച്ചു വെച്ച് കാത്തിരിക്കുന്ന അച്ഛനമ്മമാർ പക്ഷേ നയാഗ്രയിലെ ഒരു ഫ്രീ ട്രിപ്പ് കിട്ടിയതിനാൽ നാട്ടിലേക്കുള്ള യാത്ര അവസാന നിമിഷം മാറ്റിവെച്ച് പകരം പേരക്കിടാങ്ങളുടെ ശബ്ദം കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് വീട്ടിലേക്ക് കൊടുത്തയക്കുന്ന മകൻ. ഒടുവിൽ വൃദ്ധസദനത്തിൽ വെച്ച് ചാക്കോച്ചൻ മരിച്ചപ്പോൾ ഇനിയും കാത്തു നിൽക്കാനില്ല. ചെറിയൊരു മാറാപ്പുമായി ഇറങ്ങി കപ്പേളയിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ചാച്ചിയമ്മ. ഏലിയാമ്മച്ചിയുടെയും മകൾ റോസമ്മയും കെട്ടിച്ചയച്ചത് കോട്ടയം കഞ്ഞിക്കുഴിയിലായിരുന്നു. ചട്ടയും മുണ്ടും ധരിച്ച് തൻ്റെ വീടിന് സമീപത്ത് കൂടി നടന്നു പോകുമ്പോൾ ഏലിയാമ്മച്ചിയെത്തി കണ്ടപ്പോൾ ജയരാജിന് ചാച്ചിയമ്മയുടെ റോൾ ചെയ്യാൻ ഇവർ ശരിക്കും അനുയോജ്യമായിരിക്കുമെന്ന് തോന്നി. അങ്ങനെയാണ് റോസമ്മയുടെ വീട്ടിലേക്ക് ആളെ വിട്ട് സിനിമയിലേക്കുള്ള ഓഫർ മുന്നിൽ വെച്ചതെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ കരുണം സിനിമയിൽ വാവച്ചനും ഏലിയാമ്മയും എന്ന തരത്തിൽ ഒരു ഫോട്ടോയും നൽകിക്കൊണ്ടാണ് ശ്രീജിത്ത് കൃഷ്ണൻ ഈ വാർത്തയെ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. മറ്റൊന്ന് ജനയുഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുകയാണ്. ഭക്ഷ്യക്ഷാമത്തിലേക്ക്. കാലാവസ്ഥാ വ്യതിയാനം. നെല്ല് ഗോതമ്പ് ഉൽപ്പാദനം കുറയും. ഭക്ഷ്യക്ഷാമത്തിലേക്ക്. കാർഷിക നയങ്ങൾ തിരിച്ചടി. ഭക്ഷ്യസുരക്ഷ നാമമാത്രം. കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാകുന്ന വരും വർഷങ്ങളിൽ നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും ഉൽപ്പാദനത്തിൻ്റെ ഗണ്യമായ കുറവ് വരുമെന്ന് പഠന റിപ്പോർട്ട്. നിലവിൽ അരിയുടെയും ഗോതമ്പിൻ്റെയും മികച്ച കയറ്റുമതിക്കാരനാണ് ഇന്ത്യയെങ്കിലും പുതിയ കാർഷിക നയങ്ങളും ഇവയുടെ ഉൽപ്പാദനത്തെ ഗുരുതരമായി ബാധിക്കും. ഭക്ഷ്യധാന്യങ്ങളുടെ വിലക്കയറ്റം ക്ഷാമം ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. മഴയെ ആശ്രയിച്ചുള്ള നെൽകൃഷിയിൽ 2050 ആകുമ്പോൾ 20% കുറവാണ് ഉണ്ടാകുക. 2080 ആകുമ്പോൾ ഇതിൻ്റെ തോത് 47% ഗോതമ്പിൻ്റെ ഉൽപ്പാദനം 2050 19.3% കുറയും എന്നാണ് ജനയുഗം ഒരു ലീഡ് വാർത്തയായി ഇന്ന് ഈ ഭക്ഷ്യക്ഷാമത്തിലേക്കെന്നുള്ള ഈ വാർത്തയെ നൽകുന്നത്.
വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത മലയാള മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. വേമ്പനാട് അഷ്ടമുടി കായലിൽ മലിനീകരണം, സംസ്ഥാന സർക്കാരിന് 10 കോടി രൂപ പിഴ, തുക കായൽ സംരക്ഷണത്തിന് വിനിയോഗിക്കണമെന്ന ദേശീയ ഹരിത ട്രൈബ്യൂണൽ പറയുന്നു. ദേശീയ ഹരിത ട്രൈബ്യൂണൽ കുറച്ച് നാളുകൾക്ക് മുൻപ് കൊച്ചിൻ കോർപ്പറേഷന് 100 കോടി രൂപ പിഴയിട്ടിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന് വീണ്ടും ഇരുട്ടടിയായി അല്ലെങ്കിൽ തിരിച്ചടിയായി 10 കോടി രൂപ പിഴ ഇട്ടിരിക്കുന്നത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. മലയാള മനോരമ അതിൻ്റെ ലീഡ് വാർത്ത, ആലപ്പുഴയിൽ നിന്നുമുള്ള ഒരു ലീഡ് വാർത്തയായി ഈ വാർത്തയെ നൽകുന്നു. തുക കായൽ സംരക്ഷണത്തിന് വിനിയോഗിക്കണമെന്ന ദേശീയ ഹരിത ട്രൈബ്യൂണൽ. വേമ്പനാട് അഷ്ടമുടി കായലുകളുടെ മലിനീകരണത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിന് 10 കോടി രൂപ പിഴ. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ പ്രിൻസിപ്പൽ ബെഞ്ചാണ് ഉത്തരവിട്ടത്. മലിനീകരണ പരിപാലന നടപടികൾ സർക്കാർ അവഗണിച്ചതിനുള്ള നഷ്ടപരിഹാരമായാണ് പിഴ. തുക 1 മാസത്തിനകം നൽകണം. ഈ പണം 6 മാസത്തിനകം കായൽ സംരക്ഷണം പുനരുജ്ജീവന നടപടികൾക്ക് വിനിയോഗിക്കണം. ഇതിനായി കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഈ തുക ആരിൽ നിന്ന് ഈടാക്കണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് തീരുമാനിക്കാം. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർ, വകുപ്പുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവരിൽ നിന്നും നിയമപ്രകാരം തുക ഈടാക്കാം. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കാം. റെയിൽവേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെയും നടപടികളെടുക്കാമെന്ന് ആലപ്പുഴയിൽ നിന്നും ഈ വാർത്താ റിപ്പോർട്ടിൽ ചെയ്യുന്നു. അടുത്തതായി മംഗളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരികയാണ്. പ്ലാമ്പാനി പ്ലാൻ ഫലം കണ്ടു. തോമസ് മൂലയിൽ, റവറൻഡ് ഫാദർ തോമസ് മൂലയിൽ ഒരു എഡിറ്റോറിയൽ, മംഗളത്തിൻ്റെ എഡിറ്റോറിയൽ, പ്ലാമ്പാനി പ്ലാൻ ഫലം കണ്ടു എന്ന് പറയുന്നു. വോട്ട്, റബ്ബർ 300 രൂപ. ഈ 3 വാക്കുകൾക്കും മാനങ്ങളേറെയുണ്ട്. ഇവയിൽ തന്നെ താക്കോൽ വാക്ക് റബ്ബർ തന്നെ. റബ്ബറിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ സ്ഥിതിസ്ഥാപക ശക്തിയാണ്. വലിച്ചാൽ നീളുന്നതും വിട്ടാൽ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതുമായ വസ്തു എന്നതാണ് റബ്ബറിൻ്റെ നിർവചനം. റബ്ബർ എന്ന വാക്ക് വായിൽ നിന്ന് വീണതോടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വട്ടം കൂടി നിന്ന് വലിക്കാൻ തുടങ്ങി. ഒരറ്റത്ത് BJP, എതിർവശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നടുഭാഗത്ത് കോൺഗ്രസ്, പിന്നെ ചെറുകിട പാർട്ടിക്കാരെല്ലാം എവിടെയെങ്കിലും പിടിച്ച് വലിക്കാൻ തുടങ്ങി. ആരും പിടിവിട്ടില്ല. എങ്കിൽ BJP-യാണ് ഏറ്റവും കൂടുതൽ വലിച്ചെടുപ്പിച്ചതെന്ന് റവറൻഡ് ഡോക്ടർ തോമസ് മൂലയിൽ അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയൽ നിലപാടായി ഇത് പറയുന്നുണ്ട്. പാലാ മെത്രാൻ ലവ് ജിഹാദിനെതിരെ പ്രതികരിച്ചപ്പോഴും, കൊച്ചി മെത്രാൻ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിച്ചപ്പോഴും അത് വർഗീയ ധ്രുവീകരണമായി ചിത്രീകരിക്കപ്പെട്ടു. പക്ഷേ അവർ നിലപാടിൽ ഉറച്ചു നിന്നപ്പോൾ അവരുടെ നിലപാടുകൾക്ക് സ്വീകാര്യതയുണ്ടായി. അവരുടെ നിലപാടായിരുന്നു ശരിയെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തി. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ കർഷക ജനത നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കാലാകാലങ്ങളായി പ്രതികരിച്ചുകൊണ്ട് പ്രസംഗങ്ങൾ നടത്തുകയും ലേഖനങ്ങൾ എഴുതുകയും സഹന സമരങ്ങൾ തന്നെ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഫർ സോൺ പ്രശ്നത്തിൽ കുട്ടനാടൻ കർഷകരുടെ ബഫർ സോൺ പ്രശ്നത്തിലും കുട്ടനാടൻ കർഷകരുടെ ദുരിതത്തിൻ്റെ കാര്യത്തിലും കുടിയേറ്റ കർഷകരുടെ കാര്യത്തിലുമൊക്കെ എത്രയോ പ്രതികരണങ്ങളും ഇരട്ടപ്പെടലുകളും നടത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാം തന്നെ വനരോധനമായി അവശേഷിക്കുകയാണ് ഉണ്ടായത്. ബദിരകർണങ്ങളിൽ എന്ന പോലെയാണ് പ്രതികരണങ്ങളും ഉണ്ടായത്. അവർ സ്വന്തം നിലയിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടുള്ള എത്രയോ കർഷകക്ഷേമ പദ്ധതികളാണുള്ളത്. വെള്ളപ്പൊക്കത്തിലെല്ലാം കുത്തിയൊലിപ്പിച്ചു കൊണ്ടുപോയപ്പോൾ നിസ്സഹായരായി ജനങ്ങളെ സഹായിക്കുവാനും പുനരധിവാസമൊക്കെ ചെയ്തിട്ടുള്ള സേവനങ്ങൾ എത്രയോ മഹത്തരമാണ്. കോടിക്കണക്കിന് രൂപയാണ് കർഷക ജനതയ്ക്ക് വേണ്ടി സഭാ നേതൃത്വം ചെലവഴിച്ചത്. പക്ഷേ ഇവിടെയെല്ലാം ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ക്രിയാത്മകമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്ര സത്യമെന്ന് റവറൻഡ് ഡോക്ടർ തോമസ് മൂലയിൽ ഈ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. നേരെ ചന്ദ്രികയുടെ എഡിറ്റോറിയലിലേക്ക് വരുമ്പോൾ, തീയിൽ കുരുത്തവൻ എന്ന തലത്തിൽ ചന്ദ്രിക എഡിറ്റോറിയൽ വരികയാണ്. ചന്ദ്രികയെ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ എഡിറ്റോറിയൽ മുഖപ്രസംഗം. പ്രതിച്ഛായിൽ അവർ അതാണ് പറയുന്നത്. പ്രതിച്ഛായിൽ മുഖപ്രസംഗമായി ചന്ദ്രിക ഈ തീയിൽ കുരുത്തവൻ എന്ന തലത്തിൽ വാർത്ത നൽകുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വിഷയം വലിയ രീതിയിൽ ആളിക്കത്തുന്ന ഒരു സമീപനമാണ്. എല്ലാ മുഖ്യധാര പത്രങ്ങളും ഇതിനെ കാണുമ്പോൾ ചന്ദ്രിക അവരുടെ എഡിറ്റോറിയൽ പേജിൽ ഇങ്ങനെയാണ്, തീയിൽ കുരുത്തവൻ. എഡിറ്റോറിയൽ പേജിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലെന്നത് വെറുമൊരു ചൊല്ലല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദി ഭരണത്തിലെ മാറിയ സാഹചര്യത്തിൽ പ്രതിപക്ഷമെന്ന് പറയാൻ പോലും ആരും ഉണ്ടാകരുതെന്ന RSSൻ്റെയും BJPയുടെയും ആവശ്യത്തിന് കുടപിടിക്കാൻ ഭരണകൂടം എല്ലാ കൗശലം പറ്റുമ്പോൾ ഒരു കനൽ തരിയായി പാർലമെന്റിൽ എരിഞ്ഞിരുന്നത് രാഹുൽ ഗാന്ധി എന്ന തീയിൽ കുരുത്ത നേതാവായിരുന്നു. രാഹുലിനെ നിശബ്ദനാക്കാൻ രാജ്യം മുഴുവൻ കള്ളക്കേസുമായി നടക്കുന്ന BJPക്കും RSSനും ഒടുവിൽ അത് ഫലം കിട്ടിയത് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നാടായ ഗുജറാത്തിൽ, സൂറത്തിൽ നിന്നുമാണ്.
ആണ് എന്ന തരത്തിലാണ് ഈ എഡിറ്റോറിയൽ പേജിൽ ചന്ദ്രിക മുഖപ്രസംഗമായി നൽകുന്നത്. നേരെ ദേശാഭിമാനിയുടെ വാര്യാന്ത്യ പതിപ്പ് ഇന്ന് ഞായറാഴ്ചയാണ്. ചരിത്രത്തെ ജലിപ്പിച്ച തേവർ എന്ന തലത്തിൽ ഒരു ദേശാഭിമാനിയുടെ സൺഡേ സ്പെഷ്യൽ പറയുന്നു. ഒരു കാലത്ത് ഊരും പേരുമില്ലാത്ത മൃതദേഹങ്ങൾ അടക്കം ചെയ്ത ആലപ്പുഴ പെരുമുളം ദ്വീപിലെ ആമച്ചാടിത്തുരത്തിലെ കുഴിമാടത്തിൽ ഒരു ധീര പോരാളി വിസ്മൃതിനായി വിശ്രമം കൊള്ളുന്നു. വൈക്കം സത്യാഗ്രഹ കാലത്ത് പോരാട്ടത്തിന് തീക്കനലായി മാറിയ കണ്ണൻ തേവർ എന്ന ആമച്ചാടി തേവർ ചരിത്രത്തിൽ അഴിയപ്പെടുവാനും തക്കവിധം നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചിട്ടും പിന്നീട് സമൂഹത്തിൽ വിസ്മരിക്കപ്പെട്ടവനെന്ന തലത്തിൽ ഒരു വാർത്ത, ലിനി ജോസഫിൻ്റെ വാർത്ത ദേശാഭിമാനിയിൽ നൽകുന്നു. അത് വൈക്കം സത്യാഗ്രഹ ശതാബ്ദി എന്ന തലക്കെട്ടോടുകൂടെ തന്നെ ഈ തേവരുടെ ശവകുടീരവും തേവരുടെ മകൻ ET പ്രഭാകരനുമൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ലീഡ് വാർത്ത, ഒരു ലീഡ് സപ്ലിമെൻ്റ് ലീഡ് വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം. നേരെ ഇന്നത്തെ ദേശാഭിമാനി സൺഡേയിൽ നിന്ന് മനോരമയുടെ മെസ്സി എന്ന ഒരു വാർത്ത, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഒരു വാർത്തയായിരുന്നു. മെസ്സിയെക്കുറിച്ച് ഞാൻ എഴുതില്ല, പരീക്ഷയിൽ മെസ്സിയെക്കുറിച്ച് ചോദ്യത്തിന് നെയ്മർ ഫാനായ 4ാം ക്ലാസ്സുകാരിയുടെ മറുപടി എന്ന തലത്തിൽ നിൽക്കുന്നൊരു ഫോട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ വൈറലായ ഒരു സംഭവമായിരുന്നു. അർജന്റീനയുടെ സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. 4ാം ക്ലാസ് മലയാളം വാർഷിക പരീക്ഷയിലെ ചോദ്യത്തിന് തിരൂർ പുതുപ്പള്ളി ശാസ്ത LP സ്കൂളിലെ റിസ ഫാത്തിമി ഉത്തരം ഇങ്ങനെ: ഞാൻ എഴുതൂല, ഞാൻ ബ്രസീൽ ഫാനാണ്, എനിക്ക് നെയ്മറിനെയാണ് ഇഷ്ടമെന്ന് നിഷ്കളങ്കതയോടെ പറഞ്ഞ റിസ ഫാത്തിമയുടെ ചിത്രം സഹിതം മലയാള മനോരമ വാർത്ത നൽകുന്നു. 1ാം പേജിൽ തന്നെ എഴുതുന്നു, മെസ്സിയെക്കുറിച്ച് ഞാൻ എഴുതൂല എന്ന ഒരു തലക്കെട്ടോടുകൂടെ റിസ ഫാത്തിമയുടെ ഒരു ചിത്രവും കൂടെ നൽകുമ്പോൾ ഇന്നത്തെ ഫോട്ടോയിലേക്ക് വരാം. ഫോട്ടോയിൽ നിഷ്കളങ്കത ചെറിഞ്ഞ ഒരു ചിരിയോടുകൂടെ യൂണിഫോം ചിരി എന്ന മാതൃഭൂമി ഫോട്ടോ. മാതൃഭൂമി ഇങ്ങനെയാണ്: എറണാകുളം ഏലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രിമാരായ V ശിവൻകുട്ടി, P രാജീവ് എന്നിവരിൽ നിന്നും അടുത്ത അധ്യയന വർഷത്തേക്കുള്ള സൗജന്യ കൈത്തറി യൂണിഫോം കിട്ടിയ ഗോപി കൃഷ്ണനും ഹല ഫാത്തിമയും സന്തോഷം പങ്കിടുന്നു. ഇവർക്കിടയിൽ വിവിധ സ്കൂളുകളിൽ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് യൂണിഫോം വിതരണം ചെയ്യുന്നുവെന്ന് TK പ്രദീപ് കുമാറിൻ്റെ ബൈലൈൻ പടം. യൂണിഫോം ചിരി എന്ന് വളരെ മനോഹരമായ നിഷ്കളങ്കത നിറഞ്ഞ ബാല്യത്തിൻ്റെ വളരെ മനോഹരമായ ഒരു ചിരിയാണ് ഇന്ന് നൽകിയത്. ഒരു പോസിറ്റീവ് വൈബ് നൽകുന്ന ഒരു ചിരി. നേരെ ഇന്നത്തെ കാർട്ടൂണിലേക്ക് കൂടെ വന്ന് വാർത്താ പ്രഭാതത്തിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാർട്ടൂണിലേക്ക് കൂടെ വരികയാണ്. മലയാള മനോരമയിൽ ഇടുക്കിയിൽ പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷത്തിൻ്റെ ഹർത്താൽ. നാട് ഭരിക്കുന്നത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്ന കുഞ്ചുകുറുപ്പിൻ്റെ കാർട്ടൂൺ മലയാള മനോരമയിൽ മനോഹരമായ ഒരു കാർട്ടൂൺ ഉണ്ട്. ആ കാർട്ടൂണാണ് ഇന്ന് കുഞ്ചുകുറുപ്പിൽ പറയുന്നത്. എല്ലാ പത്രങ്ങളിലും പ്രധാനമായും പറഞ്ഞു വെക്കുന്നത് രാഹുൽ ഗാന്ധി വിഷയം തന്നെയാണ്. സവർക്കർ മാപ്പ് പറയും, എന്നാൽ ഞാൻ മാപ്പ് പറയില്ല, ഞാൻ ഗാന്ധിയാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്ന വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് എല്ലാ പത്രങ്ങളിലെയും പ്രധാന തലക്കെട്ടുകൾ നൽകുന്നത്. ഇന്നത്തെ വാർത്താ പ്രഭാതം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്താ പ്രഭാതം നാളെ രാവിലെ 7:30.